ഹലോ. ജാപ്പനീസ് ബ്രാൻഡായിട്ടുള്ള നിസാൻ 2005-ലാണ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവർ തുടരെ ഇറക്കി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോമൊബൈൽ കമ്പനികളിൽ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ മാർക്കറ്റിലേക്ക് കാണിച്ചു തന്ന ഒരു ബ്രാൻഡ് കൂടി തന്നെയായിരുന്നു നിസാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നിസാൻ്റെ ഒരുപാട് വാഹനങ്ങൾ, മൈക്ര ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സണ്ണി, അങ്ങനെ ഹിറ്റായിട്ടുള്ള ഒരുപാട് കാറുകൾ അവർ നമ്മുടെ ഇന്ത്യൻ റോഡുകളിലേക്ക് വന്നു. പിന്നെ CVT ടെക്നോളജി ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള കാറുകൾക്കെല്ലാം കൊണ്ടുവന്ന അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ കൊണ്ടുവന്നൊരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞാൽ നിസാൻ. പക്ഷേ അത് കഴിഞ്ഞ് വളരെ ഒരു ക്ഷീണിച്ചൊരു കാലഘട്ടം നമ്മൾ നിസാനിന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ റീകൂപ്പ് ചെയ്ത ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ച് ഇന്നീ കാണുന്ന എല്ലാ ഡീലർഷിപ്പുകളും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തു പോകുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് നിസാൻ മാഗ്നൈറ്റ്. അപ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ ആയിട്ടുള്ള ഗസ എഡിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ഗസ എഡിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്റ്റീരിയറിൽ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഈ ഒരു വീൽ കവർ തന്നെയാണ്. ശരിക്കും ഒരു അലോയ് വീലാണെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള മനോഹരമായൊരു വീൽ കവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിലാണ് കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഈ ഗസ എഡിഷൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ഒരു ഇൻസ്ട്രുമെൻ്റാണ്, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം മൊത്തത്തിൽ അതിൻ്റെ ഇൻറ്റീരിയറിൽ ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. കാരണം മറ്റ് മാഗ്നൈറ്റ് വേരിയൻറ്റിൽ 8 ഇഞ്ചാണ് ടച്ച് സ്ക്രീൻ വരുന്നത്, ഇതിനകത്ത് 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പീക്കേഴ്സ് കണ്ടാൽ അറിയാം, JBLൻ്റെ ഒരു പ്രീമിയം സ്പീക്കേഴ്സാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു JBLൻ്റെ സ്പീക്കർ സിസ്റ്റത്തിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറും, ടോട്ടൽ ആ ഒരു 6 സ്പീക്കർ സെറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയുണ്ട്. സൗണ്ടിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ല ബാസൊക്കെ ആയിട്ടുള്ള കിഡു മ്യൂസിക് സിസ്റ്റം തന്നെയാണ്, എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം മ്യൂസിക് സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേരിൻ്റെ അതേമാതിരി തന്നെ ഗസ കിഡു, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെയാണ്. 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് 152 Nm ടോർക്കും 100 PS പവറുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. എങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 17.7 ആണ് വരുന്നത്. ഇനി മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ഈ ഒരു CVTയിൽ ശരിക്കും പറഞ്ഞാൽ 10 lakhs താഴെ ഈ ഒരു മിഡ് സൈസ് SUVക്കകത്ത് വേറൊരു വാഹനം വരുന്നില്ല എന്നുള്ളതാണ് നമ്മളിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ 5,99,000 തൊട്ടിട്ടാണല്ലോ മാഗ്നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ CVT വരുമ്പോൾ 10 ലക്ഷത്തിന് താഴെ എന്ന് പറയുന്ന ഏതൊരു വാഹന പ്രേമിയുടെയും ഒരു സ്വപ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ഈ ഒരു ഗസ എഡിഷൻ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഗസ എഡിഷൻ എന്ന് പറയുന്ന മോഡൽ നമ്മുടെ EVM നിസാൻ്റെ എല്ലാ ഡീലർഷിപ്പിലും അവൈലബിൾ ആണ്. ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിനും വേണ്ടി EVM നിസാൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിളിക്കുക.